ഗൂഗിൾ ക്ലാസ് റൂമിൽ കുട്ടികൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റുകൾ ഒരു ടീച്ചർ എങ്ങനെയാണ് ഗ്രേഡ് നൽകി തിരിച്ചയക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ടീച്ചറിന് സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റ് എങ്ങനെ ഗ്രേഡ് ചെയ്ത് തിരിച്ചയക്കാം. അതിനായി വലതുവശത്ത് മുകളിലുള്ള ഗൂഗിൾ ആപ്ലിക്കേഷനുകളുടെ ഗ്രിഡ് തുറന്ന് ഗൂഗിൾ ക്ലാസ് റൂം ആപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. ക്ലാസ് റൂം തുറന്നതിന് ശേഷം നമ്മൾ അസൈൻമെൻറ്റ് കൊടുത്തിട്ടുള്ള ക്ലാസ്സിലെ പേജ് തുറക്കുന്നു. സ്ട്രീം പേജാണിത്. സ്ട്രീം ക്ലാസ് വർക്ക് പീപ്പിൾ ഗ്രേഡ്. ഇതിൽ ക്ലാസ് വർക്ക് പേജിലേക്ക് പോകുന്നു. ക്ലാസ് വർക്കിൽ പേജിൽ നമ്മൾ അസൈൻമെൻറ്റ് കുറേ അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്ന അസൈൻമെൻറ്റ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിലെ അസൈൻമെൻറ്റ് 16/7/2021 അസൈൻമെൻറ്റാണ്. ക്ലാസ് വർക്ക് പേജിൽ 16/7 അസൈൻമെൻറ്റ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ലെസണിലെ അസൈൻമെൻറ്റ്. ഇപ്പോൾ അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണാം. Write the differences between aerobic and anaerobic respiration. 2. Give 2 examples each of aerobic and anaerobic organisms. ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം 31 പേര് അസൈൻഡ് ആണ്. ഇനിയും ഉത്തരങ്ങൾ അയച്ചു തന്നിട്ടില്ല. 9 പേർ അയച്ചു തന്നു, അവർക്ക് ഗ്രേഡ് അനുവദിച്ചു. ഒരാൾ ഡൺ ലേറ്റ്, അതാണ് ഇവിടെ കിടക്കുന്ന 1. ഇനി വ്യൂ അസൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ മൊത്തം അസൈൻമെൻറ്റ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കാണാം. ഈ ലെഫ്റ്റ് പാനലിൽ നമുക്ക് ഈ ഡീറ്റെയിൽസാണ് കാണുക. 1 ടേൺഡ് ഇൻ, അയാളാണ് ഇവിടെ റീത്ത രാജൻ ടേൺ ഇൻ ചെയ്തിട്ടുണ്ട്. ലേറ്റായിട്ട് ഡൺ ലേറ്റ്. ഗ്രേഡ് കൊടുക്കാൻ കഴിയാതിരുന്നത് ലേറ്റായി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ്. വീണ്ടും എപ്പോൾ വേണമെങ്കിലും ഗ്രേഡ് നമുക്ക് കൊടുക്കാം, മാർക്ക് കൊടുക്കാം. 31 വരെ അസൈൻ ചെയ്ത് 9 ഗ്രേഡ്. 31 അസൈൻഡ് ആണ് ഈ ഭാഗത്ത് കിടക്കുന്ന അസൈൻഡ്. ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് ഇടേണ്ട ഭാഗത്ത് മിസ്സിങ് എന്ന് കാണിക്കുന്നത് ഈ കുട്ടികൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി താഴെ നോക്കിയാൽ ഈ 9 പേർ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. അത് ലെഫ്റ്റ് പാനലിൽ താഴെ നോക്കിയാൽ ഗ്രേഡ് കൊടുത്തിട്ടുള്ള അവരുടെ ലിസ്റ്റ് കാണാം. ഇങ്ങനെ ഈ ലെഫ്റ്റ് പാനൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ 16/7/21 അസൈൻമെൻറ്റ് ഒരാൾ ടേൺ ചെയ്തിട്ടുണ്ട്, അതാണ് റീത്ത രാജൻ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടേണിനായിട്ടുള്ളത് അടുത്ത് തന്നെ കിടപ്പുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീത്ത രാജൻ സബ്മിറ്റ് ചെയ്ത പേജാണിത്. അപ്പോൾ ഒറ്റ ഇമേജായിട്ടാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിവിടെ നമുക്ക് കാണാം. ഇനി ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ഏരിയ ആണ് ഈ പേജ് എന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കേഴ്സർ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അസൈൻമെൻറ്റ് ഡേറ്റ് കാണാം, ടൈം കാണാം, ഏത് ഡേറ്റ് ഏത് ടൈം. ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്, ആഡ് കമൻറ്റ്, ആഡ് എ കമൻറ്റ് എന്നുള്ളതിൻ്റെ ഐക്കണാണിത്. നമുക്കിത് പ്രിൻ്റ് ഔട്ട് എടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡീറ്റെയിൽസ് കാണാം. ഈ പേജുമായിട്ട് ഈ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസാണിത്. 23 MB ഉണ്ട്. 6 PM ജൂലൈ 6 PM ആണ് മോഡിഫൈ ചെയ്ത് അന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്യാം. ഇത് സൂം ചെയ്ത് കാണുന്നതിന് മൗസിൻ്റെ സ്ക്രോളിംഗ് ബട്ടൺ റോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റോൾ അപ്പ് ആൻഡ് ഡൗൺ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ആയിട്ട് നമുക്ക് കാണാം. അതിന് വായിക്കാൻ എളുപ്പത്തിന് സൂം ഇൻ ചെയ്ത് കാണാം. ഇനി ഈ കേഴ്സർ, ഈ ആരോ മാർക്ക് കേഴ്സർ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഈ ഐക്കൺസ് ഇവിടെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുക. ഇനി ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കമൻറ്റ് കൊടുക്കാൻ പറ്റും. ആഡ് എ കമൻറ്റ്. പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിത് വായിച്ചപ്പോൾ ഇവിടെ ഗുഡ് എക്സ്പ്ലനേഷൻ എന്ന് കൊടുത്തു. ഗുഡ് സ്പെല്ലിംഗ്, ഗുഡ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ അത് കമൻറ്റ് ചെയ്തു. കമൻ്റായിട്ട് നമുക്ക് അവിടെ ഇട്ടു. വേറൊരു കമൻറ്റ് എയ്റോബിക് റെസ്പിറേഷൻ. നമുക്ക് വേറെ കീപ്പ് ഇറ്റ് അപ്പ്. അപ്പോൾ കീപ്പ് ഇറ്റ് അപ്പ് അവിടെ ഉണ്ട്, അത് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ
ഇതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കറക്ഷൻ വരുത്തണമെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്ഷൻ പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറെ രീതിയിൽ ഈ കമൻറ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. വലതുവശത്ത് ഇവിടെ ഒരു കമൻറ്റ് ബാങ്ക് ഉണ്ട്. ഈ കമൻറ്റ് ബാങ്കിൽ വാക്കുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ടു ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കീപ് ഇറ്റ് അപ്പ് ആഡ് ചെയ്തു, ആഡിങ് നോക്കൂ ഇവിടെ കീപ്പ് ഇറ്റ് അപ്പ് എന്നുള്ള വാക്ക് കണ്ടു. ഇനി നമുക്ക് സാറ്റിസ്ഫാക്ടറി വേറൊരു വാക്ക് കൊടുക്കാം. സാറ്റിസ്ഫാക്ടറി എന്ന വാക്ക് ആഡ് ചെയ്തു, ആഡിങ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ 3 കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 3 കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, എഡിറ്റ്, ഡിലീറ്റ്, ഈ വാക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ വാക്ക് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ സാറ്റിസ്ഫാക്ടറി ഡിലീറ്റ് ഫ്രം കമൻറ്റ് ബാങ്ക്, ഡിലീറ്റ്, അത് പോയി. ഇനി ഇത് നമുക്ക് ഇവിടെ വേറെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കളഞ്ഞത്. കീപ്പ് ഇറ്റ് അപ്പ് എന്നുള്ളത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലും കീപ്പ് ഇറ്റ് അപ്പ് ഓൾവേസ്, കീപ്പ് ഇറ്റ് അപ്പ് ഓൾവേസ്. ഇനി മറ്റൊന്നുണ്ട് കോപ്പി ടു ക്ലിപ്പ് ബോർഡ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും ഒരു കമൻറ്റോട് കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്യുന്നു, ആ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, കീപ്പ് ഇറ്റ് ഓൾവേസ്, പേസ്റ്റ് ചെയ്തു, കമൻറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ അത്യാവശ്യം വാക്കുകൾ, അത്യാവശ്യം നമ്മുടെ ഈ ആഡ് ടു ബാങ്കിൽ, കമൻറ്റ് ബാങ്കിൽ ഈ വാക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ നീഡ് കറക്ഷൻ, ഗുഡ്, ഇൻകംപ്ലീറ്റ് ഡയഗ്രാം, ബി പങ്ക്ച്വൽ, എക്സലൻറ്റ്, ഡു റിവൈസ് ഫ്രീക്വൻ്റ്ലി, കീപ്പ് ഇറ്റ് അഗെയിൻ ഉണ്ട്. നമുക്കിത് ഓരോന്നും മതി, ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ ബാങ്കിൽ നിന്നെടുത്ത് കമൻറ്റ് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വീണ്ടും ഈ പേജിലേക്ക്, ഈ സൈഡിലേക്ക് വരുന്നു. ഇവിടെയാണ് നമ്മൾ കുട്ടി അയച്ചിട്ടുള്ള അസൈൻമെൻറ്റിൻ്റെ ഇമേജ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമൻറ്റുകളെല്ലാം എഴുതി കഴിഞ്ഞ് ഇനി മാർക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഈ കുട്ടിക്ക് മാർക്ക് ഇടാം. അതിനു മുമ്പ് ഇവിടെ നോക്കൂ, ഈ ഏരിയയിൽ പേരുണ്ട്, കുട്ടിയുടെ പേരുണ്ട്, ടേൺ ഇൻ, ഡൺ ലേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ആരോ മാർക്കുകൾ ഇടതുവശവും വലതുവശത്തേക്കും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെലക്ട്, ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് കഴിഞ്ഞാൽ പാർവതി സജിയെ നമുക്ക് കാണാം. ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി സബ്മിറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഇവിടെ മിസ്സിങ് കാണിക്കുന്നു. ഇപ്പുറത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീതയുടെ പേജാണ്, അത് നമ്മൾ കാണാം. ഇനി റൈറ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോസിലി മാത്യു ആണ് അവിടെ ഉള്ളത്. റോസിലി മാത്യുവിൻ്റെ പേജാണ്. റോസിലി മാത്യു മിസ്സിങ് ആണ്, അവിടെയും ഫയൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് റീത രാജൻ്റെ ഫയലിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനി കമൻറ്റുകളെല്ലാം അവിടെ ഉണ്ട്, മാർക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ മാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടേൺഡിൻ എന്നുള്ള ഭാഗത്ത് ആ ഗ്രേഡ് വരുന്നതായിട്ട് കാണാം. മാർക്ക് 10ൽ 10 തന്നെ കൊടുക്കുന്നു. 10 കൊടുക്കുമ്പോൾ എപ്പോൾ നോക്കൂ, ഇവിടെ 3 കുത്തുകളുണ്ട്. കുത്തുകളിൽ ചേഞ്ച് ടോട്ടൽ പോയിൻറ്റ്സ്, എപ്പോൾ വേണമെങ്കിലും നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ടേൺഡിൻ എന്ന സ്ഥലത്ത് 10ൽ 10 ഡ്രാഫ്റ്റായിട്ട് എടുക്കുകയാണ്. എന്തുകൊണ്ട് ഇത് ഡ്രാഫ്റ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്ക് കുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടില്ല, ഇവിടെ ഡ്രാഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. കുട്ടിക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ റിട്ടേൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, റിട്ടേൺ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി അത് കൂടാതെ ഇവിടെ പ്രൈവറ്റ് കമൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു കമൻറ്റ് കോപ്പി ചെയ്തെടുത്തിട്ട് ഈ പ്രൈവറ്റ് കമൻറ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് പോസ്റ്റ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്ത് പോസ്റ്റിംഗ്. അപ്പോൾ ഇത്രയും പണികളുണ്ട്. ഇനി നോക്കൂ, ഇവിടെ ഈ ക്വസ്റ്റ്യന് റൂബ്രിക്സ് എന്ന് പറഞ്ഞൊരു സാധനം, അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കേണ്ടതാണ്. റൂബ്രിക് എന്ന് പറഞ്ഞാൽ
ഒരു ക്വസ്റ്റ്യന് വിവിധ പോയിന്റുകൾ ഉണ്ടാകാമല്ലോ. അപ്പോൾ ആ പോയിന്റുകൾ ഇപ്പോൾ 6 പോയിന്റുകളും കുട്ടികൾ എഴുതിയെങ്കിൽ മാത്രമാണ് 10 മാർക്ക് കൊടുക്കുക. അപ്പോൾ ഈ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ 6 പോയിന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 6 പോയിന്റുകൾ എഴുതിയെങ്കിലാണ് 10 മാർക്കും കിട്ടുക എന്നർത്ഥം. ഇപ്പോൾ റെസ്പിറേഷൻ ലെസൺ നോക്കൂ, 6 പോയിന്റ്സ് ആണ് എക്സലൻറ്റ്. അതേസമയം 5 പോയിന്റ് ആണെങ്കിൽ ഗുഡ്, 4 പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ടറി, 3 പോയിന്റ് ആണ് ബിലോ സാറ്റിസ്ഫാക്ഷൻ, 2 പോയിന്റ് ആണ് ബാഡ് റെസ്പോൺസ്. ഇങ്ങനെ ഉള്ള റേറ്റിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൂബ്രിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചൊരു ഹൈ ലെവൽ കാര്യമാണ്. അത് തൽക്കാലത്തേക്ക് കൊടുക്കേണ്ടതില്ല. നമുക്ക് ഗ്രേഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യുന്നു. റിട്ടേണിന് മുമ്പ് ഇവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കൂ. ഇവിടെ റിട്ടേൺ ദി സബ്മിഷൻ, റിട്ടേൺ മൾട്ടിപ്പിൾ സബ്മിഷൻ. കുറേ കുട്ടികളുടെ ഒന്നിച്ച് നമുക്ക് റിട്ടേൺ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഒരാളുടെ ഉള്ളൂ, അതുകൊണ്ട് റിട്ടേൺ സബ്മിഷൻ ചെയ്യാം. ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാം. Now student will be notified and can check any grade you have left. Returning. ഇപ്പോൾ റിട്ടേൺ ചെയ്തിരിക്കുന്നു. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻഡ് ഗ്രേഡ് ചെയ്ത് മാർക്ക് തിരിച്ചയക്കാനുള്ള രീതി. വീണ്ടും നമ്മൾ സ്റ്റുഡൻറ്റ് വർക്ക് പേജിലേക്ക് പോകുന്നു. ഇവിടെ നോക്കിയാൽ വർക്ക് പേജ് കാണാം. ഇപ്പോൾ ടേൺഡ് ഇൻ 0 ആയി. ഇവിടെ 9 പേരായിരുന്നു നേരത്തെ ഗ്രേഡ് കൊടുത്തി. ഇപ്പോൾ അതോടുകൂടി 10 ആയി. ഗ്രേഡ് കൊടുത്തിന് 31 പേര് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയും 31 പേര് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് സ്ട്രീം പേജിലേക്ക് പോയാൽ B1-ൻ്റെ സ്ട്രീം പേജിലേക്ക് പോയിട്ട് ഗ്രേഡ് പേജിലേക്ക് പോകണം. നമുക്ക് ഈ ഗ്രേഡ് പേജിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ക്ലാസ് വർക്ക് ചെയ്ത് അയച്ചത് ക്വസ്റ്റ്യൻ 16/7/2021 അസൈൻമെൻ്റ് ആയിരുന്നു. അത് റീത്ത രാജൻ്റെ ഗ്രേഡിലേക്ക് പോകുന്നു, ഗ്രേഡ് പേജിലേക്ക് പോകുന്നു. 16/7/21 അസൈൻമെൻറ്റ് റീത്ത രാജൻ്റെ ആണ് അസൈൻമെൻറ്റ് നമ്മൾ കൊടുത്തത്. ഈ റീത്ത രാജൻ്റെ പേജിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ സബ്മിഷൻ കാണാൻ പറ്റും. വ്യൂ സബ്മിഷൻ ക്ലിക്ക് ചെയ്താൽ അതേ പഴയ പേജിലേക്ക് തന്നെ തിരിച്ചു പോകും. അതായത് കുട്ടിയുടെ അസൈൻമെൻറ്റ് കിടക്കുന്ന പേജ്. ഗ്രേഡ് പേജിൽ നമുക്ക് ഡേറ്റ് അറിയാൻ പറ്റും. ഏത് തരം ക്വസ്റ്റ്യൻസ് ആണ്, ക്ലാസ് ടെസ്റ്റ് ആണോ അല്ലയോ, ക്വസ്റ്റ്യൻ ആണോ, ക്വിസ് അസൈൻമെൻ്റ് ആണോ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഗ്രേഡ് പേജിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. ഓരോ കുട്ടിയുടെയും മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന കോളത്തിലെ 3 കുത്തുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ അസൈൻമെൻറ്റ് പേജിലേക്ക് വീണ്ടും പോകാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു കുട്ടി സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റിന് ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് ഇട്ട് ടീച്ചറിന് തിരികെ അയക്കാൻ കഴിയുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇടതുവശത്ത് മുകളിലുള്ള 3 വരകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസേൺഡ് ക്ലാസ്സിലേക്ക് തിരികെ പോയി അതിൻ്റെ സ്ട്രീം പേജിലേക്ക് എത്താൻ പറ്റും. താങ്ക് യു വെരി മച്ച്. Subscribe Raju's Science World for more videos.